ഈ ഇഞ്ചിയും ചെറുനാരങ്ങയിലും വാങ്ങുന്ന പൈസക്ക് നിങ്ങൾക്ക് മീൻ വാങ്ങാലോ. എന്നാലേ അതെ ഈ വണ്ടിക്ക് മീൻ കെട്ടി തൂക്കാൻ പറ്റുമോ? അമ്മ എന്തിനാ ഇത് പറയുന്നത്? നിങ്ങളൊന്ന് തമാശ പറയുന്നോ? എന്റെ കൃഷ്ണ, ഓരോന്ന് വാങ്ങി കെട്ടി തൂക്കിയിട്ട് വണ്ടിക്ക്. എന്റെ അമ്മ സാധാരണ ഒരു വണ്ടി വാങ്ങിയാൽ ഇതെല്ലാം ഐശ്വര്യത്തിന് വേണ്ടി കെട്ടിത്തൂക്കുന്നത്. അതിനാ നമ്മ ഇത്ര പ്രശ്നമാക്കുന്നത്? അതെ 2-3 ലക്ഷം ലോണല്ലേ വണ്ടിയായത്. ഇപ്പൊ 3-4 മാസമായിട്ട് അടവ് തെറ്റി നിൽക്കുന്നു. ഇനി ഗുരുവായൂരപ്പനെ നമുക്കൊരു തുണയായിട്ടില്ലോ. രാവിലെ മുതൽ ഈ വണ്ടിയും കൊണ്ട് നായി കയറുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എന്ത് 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 സമ്പാദ്യം നിങ്ങളെ ഗുരുവായൂരപ്പനെ ഉണ്ടാക്കി തന്നിനി? എന്റെ അല്ലാതെ 7 മണിക്ക് ഞാൻ വണ്ടി കൊണ്ട് പോകുന്നില്ലേ, ഒരു ഓട്ടം കിട്ടണമെങ്കിൽ 11 മണിയാവും. അതിനെങ്ങനെ ഓട്ടം കിട്ടല്? ഓരോരുത്തരെയും കണി കണ്ടിട്ടല്ലേ രാവിലെ ഇടുന്ന് ഇറങ്ങുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് പറ, അല്ലാണ്ട് ഇങ്ങനെ പൊളിച്ചു പറയല്ല വേണ്ടത്. എന്റെ കൃഷ്ണ, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. വീട്ടിൽ ഒറ്റ സാധനമില്ല. നിങ്ങൾ കൃഷ്ണനോട് വാങ്ങിത്തരാൻ പറ. രാവിലെ ചായയുടെ കടിവരെയാക്കിയില്ല. കൃഷ്ണനിതാ രാധയുടെ അടുത്ത് പോയിട്ട് തിന്നോ. ഭഗവാൻ ഓർത്ത് ഇങ്ങൊന്നും വിചാരിക്കല്ലേ. നമ്മളില്ലേ എടാ, ഞാനിന്നലെ പഴം കൂടെ നിന്നിട്ട് പൊരിക്കാൻ. പഴം നിങ്ങൾ ഏത് മൈദയിലാണ് എങ്ങനെ പൊരിക്കണ്ടേ? എന്റെ ഗുരുവായൂരപ്പാ. ലതേ, ഈ ആഴ്ച ഇല്ലാന്നാണോ പറയാൻ ഉദ്ദേശിച്ചത്? നടപ്പില്ലാട്ടോ. രാവിലെ തന്നെ ആള് വന്നിട്ട് തന്നിട്ട് പൈസ എടുത്തു കൊടുക്കും. പ്രകാശേട്ടാ, അടുത്ത ആഴ്ച എങ്ങനെങ്കിലും നോക്കാം. 3 ആഴ്ചയായി ഞാനിത് കേൾക്കുന്നു. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിക്കുന്ന ആളല്ലേ? വെറുതെ പണിയിലാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലോ. പ്രകാശേട്ടാ, വണ്ടിയുടെ അടവും വീട്ടുകാരും എല്ലാം കൂടി ആകുമ്പോൾ ഒക്കുന്നില്ല. ഭഗവാൻ ഓർത്ത് നിങ്ങൾ ഈ ആഴ്ച പോട്. അടുത്ത ആഴ്ച എങ്ങനെയാണ് ഞാൻ ഒപ്പിച്ചു തരാം. അടുത്ത ആഴ്ച ഭഗവാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ഇയാൾക്ക്. എന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ എനിക്ക് ഡെയിലി അവിടെ കണക്ക് കൊടുക്കേണ്ടതാ. 6000 രൂപ മിക്സി നിങ്ങൾ വാങ്ങിയിട്ട് നമ്മളൊന്ന് അത് ഡെയിലി ഉപയോഗിക്കുന്നില്ലേ? അത് ഉപയോഗിക്കാൻ നിൽക്കുന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ അവസാനത്തെ മിക്സി. അമ്മ എന്ത് പണിയെ കാണിച്ചേ? ഇനി മിക്സിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരും വരൂലല്ലോ. അരിവ് പോരണല്ലോ. അതെ മോളെ, ഈ മിക്സി പിടിക്കും. ഒരാഴ്ച കൂടി ഞാൻ ശ്രമിക്കും. പ്രകാശേട്ടാ, ഗുരുവായൂരപ്പനാണ്. അടുത്ത ആഴ്ച എന്തായാലും ഞാൻ പൈസ തരും. നിങ്ങളൊരു ഗുരുവായൂരപ്പനും. ഞാനിപ്പൊ ശരിയാക്കി തരാം. ഇത് എല്ലാത്തിനും പ്രശ്നം. നിങ്ങൾ ഒടുക്കത്തെ ഭക്തി കാരണം ഒരിക്കലും നന്നാവില്ല. കരുണ, ഈ പ്രാവശ്യത്തെ അമ്പലത്തിലെ കുറി നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത്. ഏതെന്റെ കൃഷ്ണാമ്പലത്തിലെ കുറിയാ? അതേപ്പോ നിങ്ങക്ക് തന്നെയാന്ന്. സമാധാനായില്ലേ? വന്നാ വെക്കണ്ടാത്ത 25,000 റുപ്യന്റെ കുറിയല്ലേ കരുണേട്ടാ. സമാധാനായില്ലേ? ലതേ, നീ ഓർത്തോ. നീ ആ ചാടിയത് പോയിട്ട് എടുത്തോ. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നീ നന്നാവില്ല. നിങ്ങളെ വാക്കുകള് അതിൽ കുറച്ച് കടന്നു കേട്ടോ. അച്ഛാ, അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഭഗവാന്. കൃഷ്ണ,